ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമുക്കറിയാം ഈ അടുത്ത ദിവസങ്ങൾ നടക്കാൻ പോകുന്ന കുറച്ച് ദിവസങ്ങൾ മാത്രമുള്ള CBSE 10th എക്സാമിന് ഓൾ ഓവർ ഇന്ത്യ നടക്കുന്ന എക്സാമാണ്. അപ്പോൾ അതിൽ മാത്സിന് നമുക്ക് ചോദിക്കാൻ ട്രിഗണോമെട്രിയിൽ നിന്ന് 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ഇഫ് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഈക്വൽ √2 കോസ് തീറ്റ, പ്രൂവ് ദാറ്റ് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഈക്വൽ √2 സൈൻ തീറ്റ. അപ്പൊ ചോദ്യം ഒന്നും കൂടി വായിക്കാം. കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ എന്ന് പറയുന്ന √2 കോസ് തീറ്റ ആണ്. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ √2 സൈൻ തീറ്റയാണ് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇത് പ്രൂഫിൽ വരുന്നതാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ആദ്യം തന്നെ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഈക്വൽ √2 കോസ് തീറ്റ എന്ന് എടുത്ത് എഴുതുക. നമ്മളിത് എങ്ങനെ ആലോചിക്കുക, ഇത് എങ്ങനെയാണ് നമുക്ക് ഈ ആൻസറിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയ ഐഡിയ നമുക്ക് വേണം. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിനെ സ്ക്വയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഇക്വേഷന് LHSഉം RHSഉം സ്ക്വയർ ചെയ്യുക. സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ് വി വിൽ ഗെറ്റ് cos θ plus sin θ all square equal to √2 cos θ all square. അപ്പൊ cos θ plus sin θ all square എന്ന് പറയുമ്പോൾ a plus b all square എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് വരുന്നത്. That is cos square θ plus sin square θ plus 2 sin θ cos θ. ഇവിടെ √2 cos θ all square എന്ന് പറയുമ്പോൾ √2ന്റെ സ്ക്വയർ 2 ആണ്, cos θയുടെ സ്ക്വയർ cos square θ ആണ്. അപ്പൊ 2 cos square θ എന്ന് വരും. ഇനി നമുക്ക് ചെറിയ റീഅറേഞ്ച്മെന്റ് ചെയ്യാം. 2 sin θ cos θ is equal to 2 cos square θ മൈനസ് ഈ cos square θ നെ ഈക്വലിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ മൈനസ് cos square θ, ഈ sin square θ നെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് sin square θ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 sin θ cos θ is equal to 2 cos square θ യിൽ നിന്ന് cos square θ കുറച്ചാൽ cos square θ കിട്ടും. പിന്നെ ബാക്കിയുള്ളത് മൈനസ് sin square θ ആണ്. സോ 2 sin θ cos θ is equal to cos square θ മൈനസ് sin square θ. ഈ 2 sin θ cos θ നമുക്ക് ഇങ്ങനെയും കൂടി എഴുതാം. cos square θ മൈനസ് sin square θ എന്ന് പറയുന്നത് a² മൈനസ് b² എന്ന് പറയുന്ന ഇക്വേഷന്റെ ഫോർമാറ്റിലാണ്. അപ്പോൾ a² മൈനസ് b² ഈക്വൽ a പ്ലസ് ബി a മൈനസ് ബി ആണ്. അപ്പോൾ ഇത് cos θ പ്ലസ് sin θ ഇൻറ്റു cos θ മൈനസ് sin θ നമുക്ക് എഴുതാം. ഇനി നമ്മളൊരു റീഅറേഞ്ച്മെന്റ് കൂടി നമ്മൾ ചെയ്യാം. 2 sin θ cos θ, ഈ cos θ പ്ലസ് sin θ നെ നമ്മൾ താഴേക്ക് കൊണ്ടുവരിക. ഇവിടെ ഇൻറ്റു ചെയ്തേക്കാണ്, ഇവിടേക്ക് ഡിവൈഡ് ചെയ്യണം. So 2 sin θ cos θ by cos θ plus sin θ equal to cos θ minus sin θ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ് cos θ minus sin θ √2 sin θ എത്തിക്കേണ്ടതുകൊണ്ടാണ് നമ്മൾ ഈ cos θ minus sin θ നെ ഇവിടെ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ ഇതൊന്നും കൂടി എഴുതാണ്. cos θ minus sin θ is equal to 2 sin θ cos θ by cos θ plus sin θ. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാം. 2 sin θ cos θ plus sin θ നമുക്ക് ഓൾറെഡി ഇക്വേഷൻ തന്നിട്ടുണ്ട്. √2 cos θ ആണ്. അപ്പോൾ cos θ plus sin θക്ക് പകരം നമുക്ക് ഇവിടെ എന്ത് എഴുതാം? √2 cos θ എന്ന് എഴുതാം. ഇവിടെ cos θയും കട്ട് ചെയ്ത് പോകും. പിന്നെ നമുക്ക് 2 sin θ by √2 ആണ് ഉള്ളത്. 2 എന്ന് പറഞ്ഞാൽ √2 × √2 ആണ്. അപ്പോൾ √2 sin θ by √2 കട്ട് ചെയ്തു ബാക്കി നമുക്ക് √2 sin θ എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ തരാം. അതുപോലെ നമ്മുടെ നമ്പർ എവിടെയുണ്ട്, നിങ്ങൾക്ക് വിളിച്ചും ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പെടുന്നതാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും A1 വാങ്ങിക്കാനായിട്ട് കഴിയട്ടെ. അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് ഇയറിലേക്കുള്ള 10th ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി തുടങ്ങുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഔട്ട്.